ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉണക്ക കൊഞ്ചിൻ്റെ റെസിപ്പി കൊഞ്ചും മാങ്ങ ഇട്ടിരുന്നു. ഉണക്ക ചെമ്മീൻ എന്നും പറയും ചില നാട്ടിൽ. അപ്പം ഞാനത് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ഇട്ട് ഒരു തീയൽ മാതിരി വയ്ക്കുന്ന കൂടെ കാണിക്കാം. തേങ്ങ വറുത്തു. തേങ്ങ നല്ലതായിട്ട് വറുത്ത് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം പെരിഞ്ജീരകം, ഒരു സ്പൂണോളം പെരിഞ്ജീരകം ഇടണം. എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുവെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള, മുരിങ്ങയ്ക്ക രണ്ടും ഇട്ട് നല്ലതായിട്ട് വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു വലിയ സവാളയും കൂടാണ് നമുക്ക് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കുമ്പോൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യാവുള്ളൂ. കറിവേപ്പിലയും ചേർക്കണം. അപ്പം മുരിങ്ങയ്ക്ക് അതെല്ലാം കൂടെ ആ എണ്ണ ശകലം ഉപ്പും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ടായി ചെറുതീയിൽ ആവി കയറ്റണം. അപ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. കരിഞ്ഞു പോകരുത്. അത്യാവശ്യം വലിയ കൊഞ്ചാണ്, നാട്ടിലെ അല്ലേ. അപ്പോൾ ഇത് ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ആക്കി വെച്ചതിന് ശേഷം ചക്കക്കുരു ഞാൻ തനിയെ വേവിച്ച് അതിനകത്തോട്ട് നമുക്കങ്ങ് ചേർക്കാം. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെമ്മീൻ എപ്പോഴത്തേക്ക് നമ്മളതൊന്ന് അതിൻ്റെ മീശയും അതിൻ്റെ കാലുകളെല്ലാം നമ്മളൊന്ന് തിരുമ്മി ഉടച്ച് കളഞ്ഞ് ചെമ്മീൻ്റെ ആ ഇത് മാത്രം, ഇറച്ചി ഭാഗം മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കക്കുരുവും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ശകലം മഞ്ഞൾപ്പൊടിയും കൂട്ടി വേവിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് ചക്കക്കുരു. ഞാനതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ശരി, ഇത്രയായി കഴിഞ്ഞിട്ട് നമ്മൾ മാവ് നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അരപ്പ്, തേങ്ങ വറുത്തരച്ച് വെച്ച് നല്ലതായിട്ട് ഗ്രേവിയാക്കി തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ ഈ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് 1-2-3 പീസായിട്ട് ഉടച്ച് അതിലേക്ക് ചേർത്ത് അങ്ങനെ അങ്ങ് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കി അതിൻ്റെ ആവശ്യമനുസരിച്ച് ചേർക്കാം. പിന്നെ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കി ഇറക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.